വരൾച്ച രൂക്ഷമായതോടെ സംസ്ഥാനത്ത് കോടിക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ നശിച്ചു. ഫലവൃക്ഷങ്ങളുടെ ഉൽപാദനത്തിലും വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. മഴ ഇനിയും വൈകിയാൽ സംസ്ഥാനത്തെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുമെന്നാണ് കർഷകരുടെ ആശങ്ക. പാട്ടത്തിനെടുത്ത 2.5 ഏക്കർ ഭൂമിയിൽ വാഴക്കൃഷി ചെയ്തതാണ് കണ്ണൂർ പട്ടാനൂർ സ്വദേശി തമ്പാൻ. കൊടും വേനലിലും വാഴയ്ക്ക് ആവശ്യത്തിന് വെള്ളവും വളവും നൽകി പരിപാലിച്ചു. പക്ഷേ വാഴ കുലച്ചു തുടങ്ങിയതിന് പിന്നാലെ ഓരോന്നായി ഉണങ്ങി വീണു തുടങ്ങി. 4 ലക്ഷത്തിലധികം രൂപയുടെ ബാധ്യത മാത്രമാണ് ഇനി ബാക്കി. ഈ ഒരു വർഷം തന്നെ 4 ലക്ഷം രൂപയോളം എനിക്ക് വാങ്ങി. കാരണം ഇതൊക്കെ ലേബേഴ്സും പണിക്കാർ വെച്ചിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന തൊഴിലല്ല. ഇത്രയും ലാർജ് ഏരിയ ചെയ്യുമ്പോൾ ലേബേഴ്സിനെ വെച്ചിട്ടും മറ്റൊക്കെ എക്സ്പെൻസാണ്, വളത്തിനും ഒക്കെ കണ്ടമാനം വിലയല്ലേ. അതൊക്കെ ചെയ്യുമ്പോൾ ഇത്തവണ തന്നെ 4 ലക്ഷം രൂപ ബാങ്കിൽ ബാധ്യതയുണ്ടായി. വാഴക്കർഷകർ മാത്രമല്ല കൊടും ചൂടിൽ പ്രതിസന്ധിയിലായത്. നെല്ലും ഏലവും കൊക്കോയും കുരുമുളകുമടക്കം വേനൽ ചൂടിനെ അതിജീവിക്കാനാകാതെ പലതും കരിഞ്ഞ് നിലം തൊട്ടിരിക്കുന്നു. പച്ചക്കറി കൃഷിയാവട്ടെ പറയുകയും വേണ്ട. കൊടും ചൂടിൽ പൂക്കളെല്ലാം കരിഞ്ഞുണങ്ങിയതോടെ കശുവണ്ടിയുടെയും മാങ്ങയുടെയും ഉത്പാദനം ഇത്തവണ പകുതിയിലും താഴെയായി. വരും ദിവസങ്ങളിൽ മഴ പെയ്തേക്കുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കർഷകർ. കരിഞ്ഞുണങ്ങുന്നത് മണ്ണു മാത്രമല്ല, ആ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകന്റെ സ്വപ്നങ്ങൾ കൂടിയാണ്. ക്യാമറമാൻ ഷിജിത് കണ്ണൂമിനൊപ്പം സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.